അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത്, സുന്നി എന്ന വാക്ക് അതിന്റെ ഭാഷാർത്ഥവും അതിന്റെ നിർവചനവും ലോക മുസ്ലിമീങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ്, എന്ത് അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്, ഏത് കാലം തൊട്ടാണ് സുന്നി എന്ന വാക്ക് ലോകത്ത് പ്രസിദ്ധി ആർജിച്ചത്, ഒരാൾ സുന്നി ആവുവാൻ എന്തെല്ലാം ചെയ്യണം, എപ്പോഴാണ് ഒരാൾ സുന്നി ആവുക, ഇതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. എന്തായാലും അബൂ സഫു അതെ അസ്കർ തന്നെയാണ് പേടിക്കണ ചെല്ലി ചോക്കാട് സാറേ. പിന്നെ എന്തായാലും അബൂ സഫു, ഞാൻ മറുപടി പറയാൻ വന്നതല്ല. നിങ്ങൾ ചോദ്യം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ചോദ്യം എന്ന് പറയാൻ പറ്റൂല, സംശയങ്ങള്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇതേ വിഷയം വെച്ചിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സുന്നി ഗ്ലോബൽ വോയിസിൽ പുതിയ രീതിയിൽ ഒരു ചർച്ച ആരംഭിക്കുകയാണ്. ഇപ്പൊ അബൂ സഫു ചോദിച്ച ഇതേ വിഷയം വെച്ചിട്ട് എല്ലാവർക്കും അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ള ഒരു വിഷയമല്ലേ? ഒരുപാട് ആളുകളുണ്ട് അതിനെ കുറിച്ച് അറിയാത്തതില്ലേ? അബൂ സഫിന്റെ ഈ ചോദ്യത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഇതേ സംശയങ്ങളുള്ളവര്. ഇൻഷാ അല്ലാഹ് ഇതേ വിഷയം വെച്ചിട്ട് നമ്മള് അല്പസമയത്തിന്റെ ഉള്ളില് ഇൻഷാ അല്ലാഹ് ഒരു ചർച്ച ആരംഭിക്കുകയാണ്. ഇപ്പോൾ തന്നെ സുന്നി ഗ്ലോബൽ വോയിസ് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലും, കാരണം നമുക്കറിയാം കഴിഞ്ഞ 4-5 വർഷമായിട്ട് സൈബർ ലോകത്ത് ആദർശ പഠന വിഷയത്തിലായാലും, അതായത് ഇസ്ലാമിക്കിന്റെ എല്ലാ വശങ്ങളും ഏതൊക്കെ രീതിയിൽ ഈ ന്യൂ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കണം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസ് സൈബർ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്റർനെറ്റ് ലോകത്തിലെ എല്ലാ മേഖലയിലും, ബൈലക്സിലായാലും ഫേസ്ബുക്കിലായാലും റേഡിയോയിലായാലും ഏതിലായാലും സുന്നി ഗ്ലോബൽ വോയിസിന്റെ ആ ഒരു രീതി, ആ ഒരു ശൈലി പലരും പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നി ഗ്ലോബൽ വോയിസ് എന്ന് പറയുന്ന ഓൺലൈൻ സംവിധാനം സാധാരണക്കാർക്ക് ഇതിൽ വരുന്ന എല്ലാ സംശയങ്ങളും, ദീനിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും, അവരുടെ എല്ലാ സംശയങ്ങളും സാധാരണക്കാരന് എങ്ങനെ മനസ്സിലാക്കാം, അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഏതൊക്കെ മാർഗങ്ങളാണ് നമുക്ക് ഈ സംവിധാനത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ സുന്നി ഗ്ലോബൽ വോയിസിന്റെ പ്രവർത്തകർക്കും നല്ല ധാരണയുണ്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സുന്നി ഗ്ലോബൽ വോയിസ് പുതിയൊരു രീതിയിൽ പുതിയൊരു ചർച്ചയ്ക്ക് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സുന്നി ഗ്ലോബൽ വോയിസിന്റെ വരും ദിവസങ്ങളിലുള്ള മാറ്റങ്ങളിലേക്കുള്ള ഒരു തുടക്കം കൂടി ആയിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ച ഇപ്പോ ഇവിടെ ആരംഭിക്കാം. എല്ലാ സുഹൃത്തുക്കളെയും സുന്നി ഗ്ലോബൽ വോയിസിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം തന്നെ സുന്നത്തും ബിദ്അത്തും. സുന്നത്തും ബിദ്അത്തും എന്ന വിഷയത്തിൽ നമ്മൾ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പുതിയ ചർച്ചയ്ക്ക് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സുന്നി കൾച്ചറൽ സെന്റർ മസ്ജിദ് എലത്തൂർ മസ്ജിദിലെ മുദരിസും അതോടൊപ്പം തന്നെ സമസ്ത വയനാട് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളും കൂടിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി കോട്ടൂർ ഉസ്താദ്, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫ് ബാക്കവി ചെറൂപ്പ ഉസ്താദ് സൗദിയിൽ നിന്നും, ഇബ്രാഹിം സഖാഫി കോട്ടൂർ ഉസ്താദ് കോഴിക്കോട് നിന്നും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു. ആദരപൂർവ്വം ഈ 2 മഹാന്മാരെയും നമ്മൾ ഈ ചർച്ചയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് എന്റെ ശബ്ദം കേൾക്കാമെങ്കിൽ ദയവ് ചെയ്ത് റൈസാൻ ചെയ്ത് മുകളിൽ വന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇൻഷാ അല്ലാഹ് പുതിയ രീതിയിൽ പുതിയൊരു ഭാവത്തിൽ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ആദർശപരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പുതിയ ചർച്ചയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇന്നത്തെ ചർച്ചയുടെ വിഷയം സുന്നത്തും ബിദ്അത്തും. അതുകൊണ്ട് തന്നെ ആദ്യം അത് എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, ഇത് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. ബഹുമാനപ്പെട്ട കോട്ടൂർ സഖാഫി ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്? കുറെ കാലങ്ങളോളമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കിടയിലും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന 2 വാക്കുകളാണിത്. സുന്നത്ത്, അത് പല രീതിയിലും കേൾക്കാറുണ്ട്. നിസ്കാരത്തിനിടയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതുപോലെ സുന്നത്ത് നോമ്പെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതുപോലെ സുന്നത്തായിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ പല മേഖലകളിലും സുന്നത്ത് എന്നുള്ള വാക്കുകൾ നിരന്തരം കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ ബിദ്അത്തും പല പ്രഭാഷണ വേദികളിൽ നിന്നും അതുപോലെ മുഖാമുഖങ്ങളിൽ നിന്നും സംവാദങ്ങളിൽ നിന്നും
എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ് ബിദ്അത്ത്. അപ്പൊ ഇത് രണ്ടും എന്താണ് എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ വാക്കിൽ ബഹുമാനപ്പെട്ട കോട്ടൂർ സഖാഫി ഉസ്താദ് ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോട്ടൂർ സഖാഫി ഉസ്താദിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله والصحابة الفائزين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إني أستودعتك ما علمتني فردده إلي عند حاجتي إليه يا رب العالمين. അഭിനന്ദരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, സുന്നി ഗ്ലോബൽ വോയിസ് എന്ന നമ്മുടെ ഈ ക്ലാസ് റൂം നല്ല ഒരു ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ ചർച്ചയുടെ പുതിയ ഒരു രൂപഭാവങ്ങളിലേക്ക്, ആളുകൾക്ക് കൂടുതൽ പഠിക്കാൻ സഹായകമാകുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ആദർശ ചർച്ച മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സുന്നത്തും ബിദ്അത്തും എന്ന ഒരു പ്രത്യേക വിഷയത്തിൽ അധിഷ്ഠിതമായ ചർച്ചയാണ് ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്നത്. എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് എന്നീ രണ്ട് കാര്യങ്ങളിലേക്ക് നാം വരുമ്പോൾ വളരെ വിശാലമായ ഒരു സമയം അതും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ നമുക്ക് ആവശ്യമായി വരും. ബിദ്അത്ത് എന്താണ് എന്ന് വ്യക്തമായി പഠിക്കുന്നതോടൊപ്പം എന്താണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമുണ്ടാവും. അതുകൊണ്ട് പ്രധാനമായും ഇന്ന് ബിദ്അത്തിനെ കേന്ദ്രീകരിച്ച ഒരു ചർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. അങ്ങനെ അല്പാൽപമായി ഓരോ വിഷയങ്ങൾ ചർച്ചയിലൂടെ ആളുകൾക്ക് പഠിക്കാൻ സഹായകമാകണം എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ വളരെ കാലമായി നമ്മൾ കേട്ടുവരുന്ന പദമാണ് സുന്നത്ത്, ബിദ്അത്ത്. സുന്നത്ത് വളരെയേറെ കേൾക്കാറുണ്ട്, ബിദ്അത്തും ഈ അടുത്ത കാലത്തായി വല്ലാതെ കേൾക്കാറുണ്ട്. ഇത് നേരെ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് മറ്റൊന്നിന്റെ ആന്റിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. സുന്നത്തിന്റെ നേരെ ആന്റി ആയിട്ടാണ് ബിദ്അത്ത് പറയുന്നത്. അപ്പൊ എന്താണ് ബിദ്അത്ത് എന്ന് ചോദിച്ചാൽ അതിന് ഭാഷാപരമായി ഒരർത്ഥമുണ്ട്, സാങ്കേതികമായി മറ്റൊരർത്ഥവും ഉണ്ട്. ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പരിഷ്കാരമെന്നും പുതിയത് എന്നും നേരത്തെ ഒരു മോഡൽ ഇല്ലാത്തത് എന്നൊക്കെ അതേക്കുറിച്ച് പറയാം. എന്നാൽ ഇസ്ലാമിൽ അതിന്റെ സാങ്കേതികമായ അർത്ഥത്തിൽ ബിദ്അത്ത് എന്നതിന്റെ അർത്ഥം മറ്റൊന്നാണ്. ഇൻഷാ അല്ലാഹ് അത് വഴിയെ നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അതിനു മുന്നേ ബഹുമാനപ്പെട്ട കോട്ടൂർ സഖാഫി ഉസ്താദിനോട് ഒരു സാധാരണ പ്രവർത്തകൻ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകർക്ക് ചോദിക്കാനുള്ളത്, ആദ്യം ഞങ്ങൾക്ക് എന്താണ് സുന്നത്ത് എന്നുള്ളതും എന്താണ് ബിദ്അത്ത്, അത് ബിദ്അത്ത് എന്നത് എന്താ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ സഖാഫി ഉസ്താദ് ഒരു ചുരുങ്ങിയ വാക്കുകളിലൂടെ വിശദീകരിച്ചു. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ് സുന്നത്ത് എന്നുള്ളത്, സുന്നത്ത് പല രീതിയിലും ഇവിടെ കേൾക്കുന്നുണ്ട്. എന്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിസ്കാരങ്ങൾക്കിടയിൽ സുന്നത്ത് നിസ്കാരങ്ങൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ, നോമ്പിലാവട്ടെ, ഇതെല്ലാം ഒന്നാണോ? അത് ആ സുന്നത്തും ഇപ്പൊ ഈ പറയുന്ന സുന്നത്തും ബിദ്അത്തും എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്നാണോ? അതുകൊണ്ട് ഈ സുന്നത്ത് എന്താണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ വിശദീകരണം താങ്കൾ ഒരിക്കൽ കൂടി മൈക്കിലേക്ക് ക്ഷണിക്കുന്നു, ആദരപൂർവ്വം. സുന്നത്ത് കൂടി പറയാം. എന്താ സുന്നത്ത് എന്ന് ചോദിച്ചാൽ
ആ സുന്നി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നോടി പറയണം എന്ന് അബൂസഫു എന്ന ഒരു സുഹൃത്ത് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ക്ലാസ് റൂമിൽ ആവശ്യപ്പെടുകയും ഇപ്പൊ അദ്ദേഹം നിരന്തരമായി ടെക്സ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തിനോട് അടക്കം പറയാനുള്ളത്, നമ്മൾ ഈ ചർച്ച അല്പസമയം ശ്രദ്ധിച്ചാൽ എന്താണ് സുന്നി എന്ന് മനസ്സിലാവും. സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ സുന്നി ആരാണെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. അത് കുക്കിങ്ങും കുക്കും തമ്മിലുള്ള വ്യത്യാസമാണ് സുന്നത്തും സുന്നിയും തമ്മിലുള്ളത്. കുക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആരാണ് കുക്ക് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പ്രയാസം ഉണ്ടാവില്ല. ടീച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആരാണ് ടീച്ചർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് സുന്നത്തും സുന്നിയും. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിനും പ്രയോഗിക്കുന്ന ഒരു പദമാണ് സുന്നത്ത്. അതായത് ഭാഷാപരമായി സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാർഗം, നടപടി എന്നൊക്കെയാണ് സുന്നത്ത്, ചര്യ എന്നൊക്കെയാണ് സുന്നത്തിന്റെ അർത്ഥം. ഭാഷാപരമായി അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അതേ സ്ഥാനത്ത് സാങ്കേതികമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സാങ്കേതികമായി സുന്നത്ത്, ബിദ്അത്ത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ സുന്നത്തിന് പ്രത്യേകമായ ഒരർത്ഥമുണ്ട്. അവിടെ പ്രത്യേകമായൊരർത്ഥമുണ്ട്. അതുപോലെ നിസ്കാരത്തിന്റെ സുന്നത്തുകൾ എന്ന് പറയുന്നിടത്ത് സുന്നത്തിന്റെ അർത്ഥം മറ്റൊന്നാണ്. വാജിബ്, ഹറാമ്, കറാഹത്ത്, ഹലാല്, സുന്നത്ത് എന്നിങ്ങനെ എണ്ണുമ്പോൾ ആ സുന്നത്തിനൊരർത്ഥമുണ്ട്. കിതാബും സുന്നത്തും ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ ആ സുന്നത്തിന് ഒരർത്ഥമുണ്ട്. അപ്പൊ സുന്നത്ത് പല അർത്ഥങ്ങളിലും പ്രയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറയാറുണ്ട് എന്ത്? ഹലാല്, ഹറാമ്, കറാഹത്ത്, സുന്നത്ത്, അവിടെ ഒരു സുന്നത്തുണ്ട്. സുന്നത്ത്, ബിദ്അത്ത്, അവിടെ വേറൊരു സുന്നത്തുണ്ട്. പിന്നെ കിതാബും സുന്നത്തും, അവിടെ ഒരു സുന്നത്തുണ്ട്. ഈ മൂന്ന് സ്ഥലങ്ങളിലും സുന്നത്ത് പ്രയോഗിച്ചിട്ടുള്ളത് മൂന്ന് അർത്ഥങ്ങളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാഷാപരമായി ബിദ്അത്തിന്റെ അർത്ഥം പരിഷ്കാരം, പുതിയത് എന്നൊക്കെയാണ്. എന്നാൽ സാങ്കേതികമായി അതിന്റെ അർത്ഥം മറ്റൊന്നാണ്. അപ്പോ എന്താണ് സാങ്കേതികമായി ബിദ്അത്ത്? അതുകൂടി പറയാൻ, സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആന്, തിരുസുന്നത്ത്, അതുപോലെ ഇജ്മാഅ്, ഖിയാസ്, ഇങ്ങനെ 4 പ്രമാണങ്ങളാണല്ലോ നമുക്ക് അംഗീകരിക്കപ്പെട്ട പ്രമാണങ്ങളായി ഉള്ളത്. ഇസ്തിസ്ഹാബ് എന്ന് പറഞ്ഞ 5ാമത്തെ ഒരു പ്രമാണം കൂടി ചിലപ്പോൾ പറയാറുണ്ട്, അതും പ്രമാണം തന്നെയാണ്. ഈ 4 പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പുതുക്കി ഉണ്ടാക്കപ്പെട്ട, പുതിയതായി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാല് പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ഇജ്മാഅ്, ഖിയാസ് അങ്ങനെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പുതിയത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ ബിദ്അത്തിന്റെ നേരെ വിരുദ്ധം സുന്നത്ത് എന്നാണ്. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമില് ഖുർആന് കൊണ്ടോ സുന്നത്ത് കൊണ്ടോ ഇജ്മാഅ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ തെളിഞ്ഞ ഒരു കാര്യം, അതിന് സുന്നത്ത് എന്ന് പറയും. ഖുർആനിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു കാര്യം കിട്ടി, ഖുർആന്റെ സപ്പോർട്ട് അതിനുണ്ട്, അതിന് സുന്നത്ത് എന്ന് പറയാം. അതേ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആനിനും എതിരാണ്, തിരുസുന്നത്തിനും എതിരാണ്, ഇജ്മാഇനും എതിരാണ്, ഖിയാസിനും എതിരാണ്, അങ്ങനെ എല്ലാത്തിനും, എല്ലാ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരു കാര്യം പുതുതായി വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാങ്കേതികമായി അതിന് ബിദ്അത്ത് എന്ന് പറയുന്നു. ഇതാണ് ബിദ്അത്ത് എന്താണ് എന്ന ചോദ്യത്തിന് ഏറ്റവും ചുരുങ്ങിയ മറുപടി. ഓക്കെ, ഞാൻ മൈക്കോട്ടെ. ഓക്കെ, തീർച്ചയായും. പക്ഷെ അതോടൊപ്പം തന്നെ സഖാഫി ഉസ്താദ് ഒരു കാര്യം കൂടി, ഇപ്പോ ബിദ്അത്ത് എന്താണെന്നും സുന്നത്ത് എന്താണെന്നും ഇപ്പൊ ഇവിടെ ഒരു ചെറിയ വിവരണം നൽകി. പക്ഷെ ഇവിടെ സുന്നത്തിന്റെ കാര്യത്തിൽ, അതായത് ഞങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ സഹാബത്തിന്റെയും പാരമ്പര്യത്തിൽ
വരുന്ന ആ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്നവരാണ്, ഇല്ലെങ്കിൽ അതനുസരിച്ച് ദീനി കാര്യങ്ങൾ നടത്തുന്നവരാണ്, പ്രബോധനം നടത്തുന്നവരാണ്, അതനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്നാണ് എല്ലാ വിഭാഗങ്ങളും അവകാശപ്പെടുന്നത്. ഇതിൽ ഈ ബിദ്അത്തിന്റെ കാര്യത്തിലാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാറുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്തിന് ഒരു 1-2 ഉദാഹരണം കൂടി ബഹുമാനോട് സഖാഫി ഉസ്താദ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. നിങ്ങൾ തന്നെ ആദരപൂർവ്വം മൈക്കിലേക്ക് കൊണ്ട് ക്ഷണിക്കുന്നു. ബിദ്അത്തിന്റെ കാര്യത്തിൽ ഉദാഹരണം ചോദിച്ചാൽ ഉദാഹരണം കൊണ്ടാണല്ലോ ഏതൊരു കാര്യവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിദ്അത്തിന്റെ കാര്യത്തിൽ ഉദാഹരണം ചോദിച്ചാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു ആശയം ദീനിന്റെ പേരിൽ പടച്ചുണ്ടാക്കുകയും ആ ആശയം പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ അതിന്റെ പിന്തുണക്ക് എതിരാവുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അതിന് ഒരു കാര്യത്തിന് ബിദ്അത്ത് എന്ന് പറയുക എന്ന് ഞാൻ പറഞ്ഞു. എതിരാവുമ്പോൾ ഏത് ബിദ്അത്ത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എതിർക്കപ്പെടുന്ന സാങ്കേതികമായ ബിദ്അത്ത്, അതങ്ങനെയാണ്. അപ്പൊ ആ ബിദ്അത്തിന് ഉദാഹരണം പറയാം. ബിദ്അത്തിന് ധാരാളം ഉദാഹരണമുണ്ട്. നോക്കൂ നിങ്ങൾ, ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ബിദ്അത്താണ്. അത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ബിദ്അത്തായത്? അത് ബിദ്അത്തായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് ഘടകവിരുദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുന്നത്തിന് വിരുദ്ധമായി പുതുതാക്കി ഉണ്ടാക്കിയതാണ് ഇസ്ലാമിൽ എതിർക്കപ്പെടുന്ന സാങ്കേതികമായ ബിദ്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും അവർക്ക് വീടാണ് നിസ്കരിക്കാൻ ഉത്തമം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1, 2, 3, 4 ഒന്നല്ല, അത്രയും ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ഹദീസുകളെ മുഴുവനും അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് പുണ്യമെന്ന പുതിയ വാദം ആരെങ്കിലും കൊണ്ടുവന്നുവെങ്കിൽ ആ വാദം ബിദ്അത്താകുന്നു. ബിദ്അത്തിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ നമുക്ക് വേറെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, മൈക്ക്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെ ആയിരിക്കാം ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കൂട്ടൂർ സഖാഫി ഉസ്താദ് എടുത്തു വെച്ചത് തന്നെ. സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഈ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിനെ അതൊരു ബിദ്അത്തായിട്ട് കാണുന്നു. ബഹുമാനപ്പെട്ട ചെറുപ്പ ബാക്കി ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതേ കാര്യം തന്നെയല്ലേ സുന്നികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എതിർ വിഭാഗം ആരോപിക്കുന്നുണ്ട്. കാരണം സ്വലാത്തുകളിലേക്കായാലും ദിക്ർ ഹൽക്കകളിലേക്കായാലും മറ്റ് നേർച്ചകളിലേക്കായാലും ഒക്കെ സ്ത്രീകള് പള്ളിയിൽ പോകുന്നുണ്ട്, മക്ബറകളിൽ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് സുന്നികൾ നിർത്തുന്നില്ല? ബഹുമാനപ്പെട്ട ചെറുപ്പ ബാക്കി ഉസ്താദിന്റെ ശബ്ദം കേൾക്കാമെങ്കിൽ താങ്കൾ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ഇല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നതിനെ എന്തുകൊണ്ടാണ് സുന്നികൾ എതിർക്കാത്തത്? ചെറുപ്പ ഉസ്താദിന് വേണ്ടി മൈക്ക് ഫ്രീ. ഓക്കെ, തീർച്ചയായിട്ടും ചെറുപ്പ ഉസ്താദ് DC ആയിട്ടെന്ന് തോന്നുന്നത് ബഹുമാനപ്പെട്ട കൂട്ടൂർ സഖാഫി ഉസ്താദിനെ തന്നെ പ്രതികരിക്കാവുന്നതാണ് ഇപ്പോഴത്തെ ചോദ്യത്തിൽ. കാരണം ഇത്തരത്തിൽ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ സുന്നികൾ എതിർക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയത്തിൽ, അതായത് മക്ബറകളിലേക്ക് പോകുന്നതിനും സ്വലാത്തിലേക്കും അല്ലെങ്കിൽ നേർച്ചകളിലേക്കും സ്ത്രീകൾ പോകുന്നതിന് എന്തുകൊണ്ടാണ് സുന്നികൾ എതിർക്കുന്നില്ല എന്ന് മറുവിഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് മറുപടിയാണ് സുന്നികൾക്ക് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട കൂട്ടൂർ സഖാഫി ഉസ്താദിനെ തന്നെ മൈക്കിലേക്ക് വരാവുന്നതാണ്. സുന്നത്തും ബിദ്അത്തും എന്ന പഠന വിഷയത്തിൽ ബിദ്അത്തിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ അനുബന്ധമായി വന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യം കൊണ്ട് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്ത്രീ ജുമാ ജമാഅത്ത് എന്ന ഒരു പുതിയ ചർച്ചാ വിഷയത്തിലേക്ക് മാറുന്നത് ഉചിതമായിരിക്കില്ല. ഏതായാലും അത് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്ത്രീകൾ എവിടെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന ഒരു ഹദീസ്, വഖഅറു
ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന, സ്ത്രീകളുടെ നിസ്കാര സ്ഥലങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അവരുടെ വീടിന്റെ ഉള്ളറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് പഠിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരെയോ പെൺമക്കളെയോ ഒന്നും അള്ളാഹുവിന്റെ റസൂല് പള്ളിക്ക് ജുമഅക്കും ജമാഅത്തിനും കൊണ്ടുപോയ ചരിത്രം ഇസ്ലാമിക ലോകത്തില്ല. അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി തങ്ങൾ വാചികമായി സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ നല്ലത് വീടാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് നമ്മള് ആരെങ്കിലും അങ്ങനെ പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്നത് പുണ്യമാണ് എന്ന് വാദിച്ചാൽ ആ വാദമാണ് ബിദ്അത്ത്. അത് ഹദീസിന് ഘടകവിരുദ്ധമായ പുതിയ വാദമാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതികമായ ബിദ്അത്തിന്റെ പരിധിയിൽ ആ വാദം വരുന്നു. എന്നാൽ സിയാറത്തിന് പോകുന്നതും അതേ ഗണത്തിലല്ലേ എന്നാണ് വേറെ ഒരു ചോദ്യം. അപ്പൊ ചോദിക്കുന്നൊരു മറുചോദ്യമാണത്. അല്ല, വ്യത്യാസമുണ്ട്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സിയാറത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ആരെങ്കിലും ഹജ്ജിന് പോയി അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ കൂടെ ഹജ്ജിന് മക്കത്ത് വരെ വന്നപ്പോ എന്നെ സന്ദർശിക്കാൻ വന്നില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന വേറെയും ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസുകളെല്ലാം മനസ്സിലാക്കിയിട്ട് ആലിമീങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്ത്, മദീനയിൽ ചെന്ന അള്ളാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കനപ്പെട്ട ഒരു പുണ്യമാണ്. ഈ ഹദീസില് അള്ളാഹുവിന്റെ റസൂൽ പ്രയോഗിച്ച പ്രയോഗം മൻ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ എന്നാണ്. അറബി വ്യാകരണം അറിയുന്നവർക്കറിയാം, മന്ന് എന്ന പദം സൂചിപ്പിക്കുന്നത് പുരുഷനെയും സ്ത്രീയെയും അതുപോലെ തന്നെ വഹദാന് തസ്നിയ ജമ്മ് എല്ലാത്തിനെയും അതെന്താവും? മന്ന് ഉൾപ്പെടുത്തും. സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും അത് ഉൾപ്പെടുത്തും. അതുപോലെ ഏകവചനത്തെയും ബഹുവചനത്തെയും എന്താകും? പിന്നെ ഉൾപ്പെടുത്തും. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിഷയങ്ങളെയും അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തുന്ന മന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രയോഗിച്ചപ്പോ ആലിമീങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് ആണിനും പെണ്ണിനും എല്ലാം സുന്നത്ത് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അത് പറയാത്ത ആലിമീങ്ങൾ ലോകത്തില്ല. സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക എന്നാ അതിന്റെ നേരെ അർത്ഥം തന്നെ. ആ സന്ദർശനം നടക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം എന്ന് പറയാന് പിന്നെ കിതാബ് മറിച്ചു നോക്കേണ്ട ആവശ്യമില്ല, വ്യാകരണ ഗ്രന്ഥം നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സന്ദർശനം നടക്കണമെങ്കിൽ, ഉമ്മയെ സന്ദർശിക്കണമെങ്കിൽ ഉമ്മയുള്ളടത്തേക്ക് പോകണം, ബാപ്പയെ സന്ദർശിക്കണമെങ്കിൽ വാപ്പുള്ളടത്തേക്ക് പോകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ മദീനയിലേക്ക് പോകണം. അപ്പൊ സന്ദർശനം സുന്നത്താണെന്ന് വെച്ചാൽ പിന്നെ പോകാതെ കഴിയില്ല എന്ന് മനസ്സിലായി. അതേ സ്ഥാനത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന, പെണ്ണുങ്ങളുടെ നിസ്കാര സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലത് പെണ്ണ് പള്ളിയിൽ പോകുന്നത് പുണ്യമാണെന്ന വാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിന് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് അത് സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പേര് പറയുന്ന എതിർക്കപ്പെടേണ്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ വാദമാകുന്നു. എന്നാൽ സിയാറത്തിന് പോകുന്നത് അങ്ങനെയല്ല. അതാണ് ഇപ്പൊ ഞാൻ വിശദീകരിച്ചത്. ഏതായാലും നമ്മുടെ ഈ വിശദീകരണത്തിലൂടെ നമ്മുടെ ചർച്ച പള്ളിക്ക് പോകലും പുറത്തു പോകലും സിയാറത്തിന് പോകലും എന്ന പെണ്ണിന്റെ രംഗപ്രവേശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് മാറാതെ നമ്മൾ തുടങ്ങി വെച്ച അടിസ്ഥാന വിഷയമായ ബിദ്അത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് ഉചിതം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മൈക്ക് കൂട്ടും. തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ വിഷയത്തിൽ നിന്നും മാറുന്നില്ല. പക്ഷെ ഇതിനിടയിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അതിനിടയിൽ അത്തരം ഒരു ചോദ്യം മുന്നിലേക്ക് വെച്ചത്. എന്തായാലും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചർച്ചയിലേക്ക് നമ്മുടെ ഒരു അഡ്മിൻ കൂടിയായിട്ടുള്ള ഒരു സുഹൃത്തും കൂടി നമ്മൾ ഈ ചർച്ചയിലേക്ക് പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വേണ്ടിയിട്ട്
ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ജലീൽ ചോക്കാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്കൾക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. താങ്കളുടെ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ചർച്ചയിൽ പ്രവർത്തകരായാലും ശ്രോതാക്കളായാലും ശ്രദ്ധിക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതല്ല നിങ്ങളുടെ സംശയങ്ങളാണ് എങ്കിൽ, പറഞ്ഞ കാര്യങ്ങളിലുള്ള സംശയങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇവിടെ മറുപടി നൽകുന്ന ഉസ്താദുമാർക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മൈക്ക് അനുവദിക്കുന്നതാണ്. പക്ഷേ ദയവായി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നൽകുന്ന PM-ന് അത് നിങ്ങൾ പ്രതികരിക്കുക. PM-ന് പ്രതികരിക്കുന്നവർക്ക് മാത്രമേ മൈക്ക് അനുവദിക്കുകയുള്ളൂ. ഈ ഒരു പ്രോഗ്രാമിനകത്ത് നിന്ന് വിനയപൂർവ്വം എല്ലാ ശ്രോതാക്കളെയും അറിയിക്കുന്നു. ജലീൽ ചോക്കാട്, താങ്കൾക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ബഹുമാനപ്പെട്ട കൊട്ടൂർ ഉസ്താദ് കേൾക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയിലാണ്. ഇവിടെ നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്ത ഒരു ഭാഗത്തിൽ നിന്ന് ചെറിയ ഒരു വിശദീകരണം കൂടെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. എന്നുവെച്ചാല് ഇവിടെ സുന്നത്തിനെ നിങ്ങൾ നിർവചിക്കുകയുണ്ടായി, അതോടൊപ്പം തന്നെ ബിദ്അത്തിനെയും നിങ്ങൾ നിർവചിക്കുകയുണ്ടായി. ഈ രണ്ട് വിഷയങ്ങളിലൂടെയും കൂട്ടിയോജിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഏതൊരാൾക്കും ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ബിദ്അത്തുൻ ഹസനത്ത് അല്ലെങ്കിൽ ബിദ്അത്ത് സയ്യിഅത്ത് എന്നുള്ള ഒരു വിഷയം. അതല്ലെങ്കിൽ നല്ല ബിദ്അത്ത് എന്നുള്ള ഒരു പ്രയോഗം പലപ്പോഴും കേൾക്കാനിടയായിട്ടുണ്ട്. എന്താണ് കൂട്ടൂർ ഉസ്താദ് ഇങ്ങനെ ഈ ബിദ്അത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു പുതുതായി ഉണ്ടായ ഒന്ന് എന്ന് നിങ്ങൾ ഇവിടെ അഭിപ്രായപ്പെടുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് നല്ല ബിദ്അത്ത് എന്നൊരു പ്രയോഗം വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട കൂട്ടൂർ ഉസ്താദ് കേൾക്കുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. മറ്റു വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് ചർച്ച ചെയ്യുന്നതാണ്. ഈ ബിദ്അത്തിനെ വിശദീകരിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് അതിന്റെ വീക്ഷണഗതി എന്ന് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് ശരിക്കും ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ബിദ്അത്ത് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് അങ്ങനെ രണ്ട് തരം ബിദ്അത്തുകളുണ്ടോ? അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ബിദ്അത്ത് എന്ന എൻ്റെ ആദ്യത്തെ വിശദീകരണം ശരിക്കും ശ്രദ്ധിച്ചാൽ അവിടെയാണ് ഈ വിശദീകരണത്തിന്റെ അടിത്തറ. അതെന്താണ് ഞാൻ പറഞ്ഞത്? പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്ന്, ഞാൻ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന് ശ്രദ്ധിച്ചു, വേണമെങ്കിൽ ആവശ്യക്കാർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന്, ബിദ്അത്ത് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം പുതിയത് എന്നാകുന്നു. നേരത്തെ മാതൃകയില്ലാത്തത്, പുതിയ പരിഷ്കരണം എന്നൊക്കെ അതിന് അർത്ഥം പറയാം. ബിദ്അത്ത് ഭാഷാർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അതിന്റെ സാങ്കേതിക അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാഉ ഖിയാസ് ഇവകൾക്ക് വിരുദ്ധമായി പുതുക്കി ഉണ്ടാക്കിയ ആശയത്തിനാണ് സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഭാഷാർത്ഥം എടുക്കുക. ബിദ്അത്ത് രണ്ട് തരമുണ്ട്, നല്ലതും ചീത്തയും എന്ന് പറയുന്നിടത്ത് ബിദ്അത്തിന് കൊടുക്കുന്ന അർത്ഥം ഭാഷാർത്ഥമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഇല്ലാത്ത പുതിയ ഒരു കാര്യം, അതാണ് ബിദ്അത്ത്. ആ കാര്യം രണ്ട് രീതിയിലുണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ബിദ്അത്തിനെ എടുത്തത് അതിന്റെ ഭാഷാർത്ഥത്തിലാണ്. ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മൈക്കിൽ വന്ന് ചോദിക്കുകയും ചെയ്യാം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഉടനെ ടെക്സ്റ്റിൽ അറിയിച്ചാൽ ഞാൻ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് പറയും. ഒന്നതാണ് ഇത് ഭാഷാർത്ഥം എടുക്കുക. പുതിയത് എന്ന അർത്ഥം എടുക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇല്ലാത്തത്. അതിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ആ അർത്ഥത്തിനാണ് ബിദ്അത്ത് നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് സാങ്കേതികമായി ഞാൻ ബിദ്അത്തിനൊരു അർത്ഥം പറഞ്ഞു. അതെന്താ? പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ഇജ്മാഉ ഖിയാസിനും ഇങ്ങനെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ, അതിന് എതിരായ ഒരു കാര്യം, അതൊരിക്കലും നല്ലതുണ്ടാവൂല. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് നല്ലതുണ്ടാവുമോ? അത് നല്ലതുണ്ടാവൂല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിലുള്ള ബിദ്അത്ത് ചീത്ത മാത്രമേ ഉള്ളൂ.
ആ അർത്ഥത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴച്ചതാണ് എന്ന് പറഞ്ഞത് ഈ സാങ്കേതിക അർത്ഥത്തിലുള്ള ബിദ്അത്തിനാണ്. എന്താണ് സാങ്കേതികമായ ബിദ്അത്ത്? ഞാൻ ഒന്നുകൂടി പറയാം. സാങ്കേതികമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ഇജ്മാഇനും ഖിയാസിനും വിരുദ്ധമായി പുതിയതായി ഉണ്ടാക്കപ്പെട്ടത്, അതാണ് സാങ്കേതികമായ ബിദ്അത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം അത് പിന്നീട് ഉണ്ടായതാ. അത് നോക്കുമ്പോഴോ പരിശുദ്ധ ഖുർആന്റെ സപ്പോർട്ട് അതിനില്ല, പരിശുദ്ധ ഖുർആന് എതിരാണ്, അല്ലെങ്കിൽ ഹദീസിന് എതിരാണ്, അല്ലെങ്കിൽ ഇജ്മാഇന് എതിരാണ്, അല്ലെങ്കിൽ ഖിയാസിന് എതിരാണ്. അങ്ങനെ എതിരാണെങ്കിൽ അതിന്റെ പേരാണെന്ത്? സാങ്കേതികമായ വിധേയത്ത്. അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യമായതുകൊണ്ട് അതിൽ ചീത്തയെ ഉണ്ടാവൂ, നല്ല വിധേയത്ത് എന്നത് അതിലുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതേ സ്ഥാനത്ത് ഭാഷാർത്ഥത്തിൽ പറയുന്ന വിധേയത്ത്, ഭാഷാർത്ഥത്തിൽ പറയുന്ന വിധേയത്ത്, അതിന്റെ അർത്ഥം എന്താ? ഒന്നടിച്ചോളൂ ശ്രോതാക്കൾ, ഒന്നടിച്ചോളൂ. ഭാഷാർത്ഥത്തിന് എന്താ ഞാൻ വിധേയത്ത് നേരത്തെ പറഞ്ഞത്? ഭാഷാർത്ഥത്തിൽ വിധേയത്ത് എന്ന് പറഞ്ഞാൽ പുതിയത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തത്. ആ പുതിയത് നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും. പുതിയതെല്ലാം തെറ്റല്ല. പുതിയതില് പരിശുദ്ധ ഖുർആനോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ അങ്ങനത്തെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലേ തെറ്റാവൂ. പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്തത് പുതുക്കി ഉണ്ടാക്കിയാൽ അതൊരിക്കലും വിധേയത്തല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ലോകം സ്വഹാബത്തിന്റെ കാലം മുതൽ ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു തിയറിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. സാധാരണ നമ്മളെ നാട്ടില് പുത്തൻവാദികളായ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കക്ഷികൾ എല്ലാ ബിദ്അത്തും പിഴച്ചതാണ് എന്നാണ് അവർ വാദിക്കാറുള്ളത്. എല്ലാ ബിദ്അത്തും പിഴച്ചതാണ്, ബിദ്അത്ത് നല്ലത് എന്നൊന്നില്ല എന്ന് പറയും. അപ്പൊ ഞാനിവിടെ ബിദ്അത്തിന്റെ സാങ്കേതിക അർത്ഥവും ഭാഷാർത്ഥവും പറഞ്ഞു. സാങ്കേതിക അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പിഴച്ചത് തന്നെയാണ്, നല്ലതില്ല. കാരണം അത് പ്രമാണങ്ങൾക്ക് എതിരായതാണ്. അതേ സ്ഥാനത്ത് ഭാഷാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാം പിഴച്ചതാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട്. ഉദാഹരണങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വരാം. മൈക്ക്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ്, നിങ്ങളിപ്പോൾ വിശദീകരിച്ചത് വളരെ വ്യക്തമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശദീകരണമാണ്. ഇവിടെ നിങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നൊരു ഭാഷാ പ്രയോഗം നിങ്ങളോട് പ്രയോഗിച്ചു. അത് നമ്മൾക്ക് അന്നില്ലാത്തത് എന്ന് സാധാരണഗതിയിൽ സുന്നികൾ വിശദീകരിക്കുന്നത് പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് എന്ന് പറയുന്നത്. എന്റെ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല്, സാങ്കേതികാർത്ഥത്തിലുള്ള ബിദ്അത്തുകൾ അത് സുന്നത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്ന് പറഞ്ഞാൽ, അത്തരത്തിൽ സാങ്കേതികാർത്ഥത്തിൽ ബിദ്അത്തായി വരുന്ന കാര്യങ്ങളിൽ സുന്നത്തിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാവോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ സാങ്കേതികാർത്ഥത്തിൽ വന്നിട്ടുള്ള പുതിയ ബിദ്അത്തുകളിൽ ആശയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുന്നത് വളരെ നന്നായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തി കോട്ടൂർ ഉസ്താദ് നിങ്ങളുടെ ആദരപൂർവ്വം ഞാൻ ആ വിഷയം നിങ്ങളിലേക്ക് തന്നെ കൈമാറുകയാണ്. പദപ്രയോഗത്തിൽ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ ബിദ്അത്തിനെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഭൗതിക സാഹചര്യങ്ങളൊക്കെയാണ് ഉപയോഗപ്പെടുന്നതെങ്കിൽ, സാങ്കേതികാർത്ഥത്തിലുള്ള ബിദ്അത്തുകൾ അത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ഇന്ന് സമൂഹത്തിൽ നമുക്കതിന് ഏതാണ് ഒരു ഉദാഹരണമായി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ നമുക്ക് ഏറെക്കുറെ ആവും എന്ന് പറയുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സാങ്കേതികമായ വിധേയത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പുതുക്കി ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ ആ വിധേയത്തിനെ നിർവചിച്ചത്. അത് ഞാൻ നിർവചിച്ച നിർവചനമല്ല, അങ്ങനെ ആരും മനസ്സിലാക്കേണ്ട. ഞാൻ ആ നിർവചനം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ നിർവചനം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ ആലിമീങ്ങളും നിർവചിച്ച നിർവചനമാണത്. മനസ്സിലായില്ലേ? അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന്, ആ വിധേയത്തിനെ നിർവചിച്ചു. അതിന്റെ ഉദാഹരണവും ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെണ്ണിന് നിസ്കരിക്കാൻ നല്ലത് വീടാണെന്ന് എത്രയോ ഹദീസുകളിൽ പറയുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില കക്ഷികൾ പെണ്ണിന് നിസ്കരിക്കാൻ നല്ലത് പള്ളിയാണെന്ന് വാദിക്കുന്നു. ഇത് പരിശുദ്ധമായ ഹദീസിനും ഖുർആനിനും ഘടകവിരുദ്ധമായ പുതിയ വാദമാണ്. അതുകൊണ്ടത് തെറ്റായ സാങ്കേതിക അർത്ഥത്തിലുള്ള ബിദ്അത്താകുന്നു. ഒന്ന് മനസ്സിലായോ? ഇനി എത്ര എണ്ണം വേണം? ഇഷ്ടം പോലെ പറയാം. പക്ഷേ
ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞ ഒരു ചെറിയ മിസ്റ്റേക്ക്. അതെന്താന്ന് വെച്ചാല്, നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ ഭാഷാപരമായ വിധേയത്ത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും സംവിധാനങ്ങളൊക്കെ പുതിയത് വന്നപ്പോ അതേക്കുറിച്ചാണ് ഭാഷാപരമായി വിധേയത്ത് എന്ന് പറയുന്നത് എന്ന് ഒരു ധ്വനി ചോദ്യത്തിൽ വന്നു. സത്യത്തിൽ അത് ശരിയല്ല. മതപരമായ കാര്യങ്ങളിൽ തന്നെ ഭാഷാർത്ഥത്തിൽ വിധേയത്ത് എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒരു കാര്യം പിന്നീട് പുതുതായി ഉണ്ടാകുന്നു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായതുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വിധേയത്ത് എന്ന് നേരെ പ്രയോഗിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റമദാൻ മാസത്തിൽ തറാവീഹ് 30 ദിവസവും ഒരു ഇമാമിന്റെ കീഴിലായി എല്ലാവരും സംഘടിതമായി നിസ്കരിക്കുന്ന ഒരു ശൈലി മദീന പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അതുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആദ്യകാലങ്ങളിലും അതുണ്ടായിരുന്നില്ല. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവാണ് തറാവീഹ് നിസ്കാരം 20 റക്അത്തായി മദീന പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെയും തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ സംഘടിതമായി സംഘടിപ്പിച്ചത്. ജമാഅത്തായി അങ്ങനെ ഒരു നിസ്കാരം സംഘടിപ്പിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ ആ നിസ്കാരം പള്ളിയിൽ നടക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് സന്തോഷത്തോടെ പറയാണ്, നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് എന്തൊരു നല്ല ബിദ്അത്ത്. എന്ത് പഠിച്ചേക്കണം, അടിവരട്ട് മനസ്സിലാക്കണം. നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് എന്തൊരു നല്ല ബിദ്അത്ത്. പള്ളിയിൽ ഇങ്ങനെ അതിന്റെ മുമ്പൊക്കെ ആളുകൾ തറാവീഹ് നിസ്കരിക്കാൻ വന്നാല് ചെറിയ ചെറിയ കൂട്ടങ്ങളായി ചിലപ്പോൾ ചെറിയ ജമാഅത്ത് നടക്കും. വേറെ ചില ആൾക്കാർ ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ നിസ്കരിച്ചു പോകും. ആ രീതി മാറ്റിയിട്ട് ഒറ്റ ഇമാമിന്റെ കീഴിൽ സംഘടിതമായി തറാവീഹ് നടക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിഅമത്തുൽ ബിദ്അത്തു ഹാദി, ഇതെന്തൊരു നല്ല ബിദ്അത്ത്. അപ്പൊ ഇമാം ബുഖാരി ഇത് റിപ്പോർട്ട് ചെയ്യണ്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറയണ് ബിദ്അത്ത് നല്ലതുണ്ട്. ഇത് ഏത് ബിദ്അത്താ? ഇത് ഭാഷാപരമായ ബിദ്അത്താ. അപ്പൊ ഇത് നമ്മളെ ഭൗതികമായ സംവിധാനങ്ങളെ കുറിച്ചുള്ള വിഷയത്തിലാണോ ഈ ബിദ്അത്ത്? അല്ല. നിസ്കാരം എന്ന നമ്മുടെ മതപരമായ കർമ്മങ്ങളിൽ പ്രധാന സ്ഥാനത്തിരിക്കുന്ന അമലിനെ കുറിച്ച് അതിന്റെ രീതി മാറിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. അപ്പൊ ബിദ്അത്ത് എന്ന് അതിനെ കുറിച്ചൊക്കെ പറയും. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാറുണ്ട്, അല്ലെ? നമ്മളെങ്ങനെയാ ഖുർആൻ ഓതല്? മുസ്ഹഫ് നോക്കിയിട്ട് ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നോക്കി ഓതാൻ പറ്റിയ ഒറ്റ മുസ്ഹഫ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ആരും മുസ്ഹഫ് നോക്കിയിട്ട് ഖുർആൻ ഓതിയിരുന്നില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്താണ്, നമുക്കൊക്കെ അറിയാലോ ചരിത്രം, പരിശുദ്ധ ഇസ്ലാമിൽ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പോ കുറെ ആൾക്കാർ മുർത്തദ്ദായി. ആ മുർത്തദ്ദുകളോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ കുറെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളീങ്ങൾ ഷഹീദായി. ആ സംഭവം ഉണ്ടായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അഭിപ്രായം പറയാണ്. എന്താ പറഞ്ഞത്? ഹാഫിളീങ്ങൾ ഇങ്ങനെ മരിച്ചുപോയാലേ പിൽക്കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ എവിടുന്നാ കിട്ടുക? അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥത്തിനായി ക്രോഡീകരിച്ചു വെക്കണം. ആരാ പറയണത്? ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ സിദ്ദീഖ് തങ്ങളെ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മളെങ്ങനെ ചെയ്യും? ഇതൊരു ചോദ്യമാണ്. കാരണം എന്താ? റസൂലുള്ള ചെയ്യാത്ത ഒരു കാര്യം നമ്മളെങ്ങനെ ചെയ്യും? അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ പരിശുദ്ധ ഖുർആനെ മുസ്ഹഫായി ഒരു ഗ്രന്ഥമായി ക്രോഡീകരിച്ച് വെച്ചിട്ടില്ലല്ലോ, നമ്മളതങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വല്ലാഹി ദാക ഖൈർ, അല്ലാഹുവാണ് സത്യം, അത് ക്രോഡീകരിക്കലാണ് ഖൈർ. കണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതാണ് ഖൈർ എന്ന് ബോധ്യപ്പെടാത്തോണ്ടല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടു. അത് ക്രോഡീകരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള റസൂലുള്ളാഹിന്റെ വഹി എഴുത്തുകാരായ സ്വഹാബിമാരെ വിളിച്ചുകൂട്ടി പരിശുദ്ധ ഖുർആൻ ഒരു മുസ്ഹഫായി ക്രോഡീകരിച്ച് എഴുതിച്ചു. ഈ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് പരിശുദ്ധ ഖുർആൻ മുസ്ഹഫിൽ നോക്കിയിട്ട് സ്വഹാബത്ത് ഓതിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഓതിയിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എഴുതി വെച്ച മുസ്ഹഫ് നോക്കിയിട്ട് 5ഓ 6ഓ കോപ്പി എഴുതി ഉണ്ടാക്കിയിട്ട് വ്യത്യസ്ത ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് അത് കൊടുത്തയച്ചത്. അപ്പൊ അന്നും ജനങ്ങൾ ഖുർആൻ ഓതലുണ്ട്, പക്ഷെ ആരും മുസ്ഹഫ് നോക്കി ഓതലില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത
ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയാവുന്ന, കാരണം ഭാഷാപരമായി ബിദ്അത്തിന്റെ അർത്ഥം എന്താ? പുതിയത്. അങ്ങനത്തെ ഒരു പുതിയ കാര്യമാണ് മുസഹഫ് നോക്കി ഖുർആൻ ഓതുക. മുസഹഫ് നോക്കി ഖുർആൻ ഓതുക തെറ്റാണ് എന്ന് ലോകത്ത് ആരെങ്കിലും പറയോ? എന്താ പറയാത്തത്? ബിദ്അത്ത് എല്ലാം തെറ്റല്ല, അഥവാ പുതിയത് എല്ലാം തെറ്റല്ല. പുതിയതിൽ നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് വല്ലാഹി ദാക ഖൈർ, ഈ ബിദ്അത്ത് ഖൈറാണ്. ഏത് ബിദ്അത്ത്? റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്ത ഒരു പണി നമ്മൾ എടുക്കുക, അതെങ്ങനെയെന്നല്ലേ ചോദിച്ചത്? പുതിയതിനാണല്ലോ ബിദ്അത്ത് എന്ന് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലാഹി ദാക ഖൈർ, അതാണ് ഖൈർ. അതുകൊണ്ടാണ് ആലിമീങ്ങൾ തന്നെ ഇന്നത്തെ ആലിമീങ്ങളൊന്നല്ല, സ്വഹാബത്തും താബിഈങ്ങളും സലഫു സാലിഹീങ്ങളും അവരൊക്കെ പരിശോധിച്ചാൽ കാണാം, അങ്ങനെയുള്ള മുജ്തഹിദീങ്ങളായ ഉലമാ അടക്കം പറയുന്നു ബിദ്അത്ത് ഒന്നല്ല, ബിദ്അത്ത് പലതുണ്ട്. ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതിയത് എന്നാണ്. ആ പുതിയത് പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ഇജ്മാഉ ഖിയാസിനും വിരുദ്ധമാണോ? എന്നാൽ അത് തള്ളപ്പെടേണ്ട, പരിശുദ്ധ ഇസ്ലാമിന് നിരക്കാത്ത സാങ്കേതികമായ ബിദ്അത്താണ് അത്. അതേ സ്ഥാനത്ത് പുതിയ ഒരു കാര്യം പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ഇജ്മാഉ ഖിയാസിനും ഒക്കെ അനുകൂലമാണോ? എന്നാൽ അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. അതിൽ നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകാം, കറാഹത്തായ കാര്യങ്ങൾ ഉണ്ടാകാം. അല്ല, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അനുകൂലമായി വരുന്നതിൽ നിർബന്ധമായതുണ്ടാകാം, സുന്നത്തായതുണ്ടാകാം, ഹലാലായതുണ്ടാകാം. മനസ്സിലായില്ലേ? തള്ളപ്പെടേണ്ടത് ഹറാമായ കാര്യമാണ്. അതേ സ്ഥാനത്ത് തള്ളപ്പെടേണ്ടതാണ്, പക്ഷെ അത് അത്ര ഗൗരവമല്ല, എന്നാൽ അതിന് കറാഹത്ത് എന്നും പറയും. അതുകൊണ്ടാണ് ആലിമീങ്ങൾ പറയുന്നത് ബിദ്അത്ത് സുന്നത്തുമാകാം, ബിദ്അത്ത് വാജിബാകാം, ബിദ്അത്ത് ഹലാലാകാം, ബിദ്അത്ത് ഹറാമാകാം, ബിദ്അത്ത് കറാഹത്തുമാകാം. പക്ഷേ ഇപ്പറഞ്ഞ ബിദ്അത്തൊക്കെ ഏതാണ്? അത് ഭാഷാർത്ഥത്തിലുള്ള ബിദ്അത്താണ്. സാങ്കേതികമായി സുന്നത്തിനെതിരെ പറയുന്ന ബിദ്അത്ത് അത് തള്ളപ്പെടേണ്ടത് മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ ചുരുക്കം. ഓക്കെ, നമ്മൾക്ക് വളരെ നന്ദി ബഹുമാനപ്പെട്ട കോട്ടൂർ സഖാഫി ഉസ്താദ്. കാരണം നമ്മുടെ ചോദ്യത്തിൽ വന്ന ഒരു ചെറിയൊരു ധാരണ പിശക് അതും കൂടെ ഉസ്താദ് അവിടെ പരിഗണിക്കുകയുണ്ടായി. എന്റെ അടുത്ത ചോദ്യം ഇതാണ് ഉസ്താദ്, പിന്നെ അങ്ങനെയെങ്കിൽ മൻ തമസ്സഖ ബി സുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി എന്ന് പറയുന്ന ഒരു ഹദീസിന്റെ ഭാഗം കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അവിടെ സുന്നത്തി എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ ഈ പുതിയ സുന്നത്തുകൾ എന്ന് നമ്മൾ പറയുന്ന ഈ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുമോ എന്നുള്ളതാണ്. അപ്പോ എന്റെ സുന്നത്ത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിൽ ഈ പുതിയ നല്ല ബിദ്അത്തുകളായി വരുന്ന കാര്യങ്ങളിലുള്ള സുന്നത്തുകൾ അതിൽ പെടുമോ ഇല്ലേ എന്നുള്ള ഒരു വിഷയം കൂടെ സാധാ കൂട്ടത്തിൽ പറഞ്ഞാൽ വളരെ നന്ദി. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കള് വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ നമ്മൾ പഠനാർഹമായ ഒരു വേദി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഏവർക്കും ഈ ചർച്ചാ വേദിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാവുന്നതാണ്. അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് ഇടപെടാനുള്ള അവസരം ഞങ്ങൾ നൽകുന്നതാണ്. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് കോട്ടൂർ ഉസ്താദ് നമ്മളോടുള്ള മറുപടിക്ക് വേണ്ടി കോട്ടൂർ സഖാഫി ഉസ്താദിനെ ക്ഷണിക്കുന്നു. മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന സമയത്ത് എന്റെ സുന്നത്ത് ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ പറഞ്ഞ സുന്നത്തിന്റെ അർത്ഥം, സുന്നത്തിനും ഞാൻ നേരത്തെ പറഞ്ഞു 3 അർത്ഥത്തിന് സുന്നത്ത് പ്രയോഗിക്കുന്നു, അല്ലെ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? വിദേഹത്തിന് 2 അർത്ഥമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉടനെ ആ കൂട്ടത്ത് പറഞ്ഞു സുന്നത്ത് 3 അർത്ഥത്തിന് പ്രയോഗിക്കും. ഹദീസിൽ പറഞ്ഞ സുന്നത്തിന്റെ അർത്ഥം ഭാഷാർത്ഥമാണ്. അല്ല, ഭാഷാർത്ഥമടക്കം സുന്നത്ത് 4 അർത്ഥത്തിന് പ്രയോഗിക്കുന്നുണ്ട്. ഭാഷാർത്ഥത്തിലുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച രീതി എന്നാണ് അതിന്റെ അർത്ഥം. ആ രീതിയിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോ ചെയ്ത് കാണിച്ചെന്നതുണ്ടാവും, അതിന്റെ പുതിയതാവൂല. പറഞ്ഞെന്നുണ്ടാവും, അത് ചിലപ്പോൾ അതിൽ പുതിയതുണ്ടാവും, പഴയതുണ്ടാവും. കാരണം പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ചെയ്തു വരുമ്പോൾ അത് പുതിയതായിരിക്കും. അതേ സ്ഥാനത്ത് വ്യക്തമായി അള്ളാഹുവിന്റെ റസൂല് പറയുകയോ ചെയ്യുകയോ ചെയ്യാത്ത ഒരു കാര്യം, എന്നാൽ എല്ലാ സുന്നത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചതോ പറഞ്ഞെന്നതോ അല്ല. ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമുക്ക് എടുക്കാം. ഏത്? പരിശുദ്ധ ഖുർആനിനെ സഹാബത്ത് മുസ്ഹഫായി ക്രോഡീകരിച്ചു വെച്ചു. ഇത് റസൂലുള്ളാഹി ചെയ്തു കാണിച്ചെന്നോ? പറഞ്ഞോ? വ്യക്തമായി പറഞ്ഞോ? ഇല്ല.
പക്ഷെ എന്നിട്ടും അത് സുന്നത്താണ്, അത് നല്ല കാര്യമാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അതിനെ കുറിച്ച് പറഞ്ഞ എന്താ, വല്ലാഹി ദാക ഖൈർ എന്നാ. അത് ഖൈറ, ഖൈർ പറഞ്ഞാൽ എന്താ, അതാണ് നല്ലത്. നല്ലത് എന്തായാലും സുന്നത്തെങ്കിലും ആകണ്ടേ അല്ലേ? നല്ലത് പറഞ്ഞാൽ എന്താകണം, സുന്നത്തെങ്കിലും ആകണം. അതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ അത് സുന്നത്തെങ്കിലും ആകണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് അതാണ് ഖൈർ. അങ്ങനത്തെ ഒരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു എവിടുന്ന് കിട്ടി? അത് കിട്ടിയത് ഖുർആനിനെ നിങ്ങളൊരു മുസ്ഹഫാക്കി ക്രോഡീകരിക്കണം എന്ന് വ്യക്തമായി പറയുന്ന ഹദീസിന് ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്ത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വഫ്അലുൽ ഖൈറ, നിങ്ങൾ ഖൈർ ചെയ്തോളീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ ഖൈറിന്റെ ഇല്ലെങ്കിലും പിൽക്കാലത്ത് അത് ചെയ്യുന്നതിന് വിരോധമില്ല. അതും പരിശുദ്ധ ഖുർആനിലൂടെ പൊതുവായ ഖൈറിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന തത്വമാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോ ഹദീസ് പറഞ്ഞ റസൂലുള്ളാഹിന്റെ സുന്നത്ത്, റസൂലുള്ളാഹിന്റെ ചര്യയെ, ആ ചര്യ അള്ളാഹിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞു പഠിപ്പിച്ചു എന്നതും ജീവിതത്തിൽ കാണിച്ചു എന്നതും എന്നതിന്റെ പുറമെ അള്ളാഹുവിന്റെ റസൂല് വിശാലമായി പറഞ്ഞ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് വ്യംഗ്യമായി പറഞ്ഞ ഏതെങ്കിലും ഒന്നിന്റെ പരിധിയിൽ വന്നാലും അത് റസൂലുള്ളാഹിന്റെ ചര്യ എന്ന ഭാഷാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന സുന്നത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് ഓക്കെ. ബഹുമാനപ്പെട്ട കുട്ടൂർ ഉസ്താദ്, അപ്പോ എനിക്ക് കൂട്ടത്തിൽ ഒരു ചോദ്യം. ഇപ്പോ സുന്നികളല്ലാത്ത ഒരു വിഭാഗത്തിന്റെ ഇടയിലുള്ള ഒരു വിഷയം കൂടെ ഞാൻ ഇതിൽ കൂട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില ബിദ്അത്തുകളെ, അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ഉസ്താദ് വിശദീകരിക്കുകയുണ്ടായി, ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ നല്ലതുണ്ട് എന്ന് ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി. അപ്പോ ചില നല്ല ബിദ്അത്തുകളെ സ്വീകരിക്കുകയും എന്നാൽ മറ്റു ചില ചീത്ത ബിദ്അത്തുകളെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അത്തരം ആളുകളോട് സുന്നത്ത് ജമാഅത്തിന്റെ അല്ലെങ്കിൽ സുന്നികളായ നിങ്ങളുടെ നിലപാട് എന്താണ് ഇത്തരം ആവശ്യങ്ങൾ? കാരണം ഇപ്പോ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പറഞ്ഞു അതൊരു നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ ആ ക്രോഡീകരണ ശൈലിയും അതൊന്നും മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ക്രോഡീകരിച്ച ആ റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന ആ ലിപിയിലുള്ള ഖുർആനാണ് ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോ നിങ്ങളോട് കൂട്ടത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, അത് സ്വീകരിക്കുന്ന ആളുകളാണ്. ആ ഖുർആൻ ഇന്ന് കേരളത്തിൽ എന്നല്ല ലോകത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും ഖുർആനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് ഒരു നല്ല ബിദ്അത്താണ് എന്ന് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നേരെ മറിച്ച് അത് അംഗീകരിക്കുകയും അതോടൊപ്പം ചീത്തയായ ഒരു ബിദ്അത്തിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരോട് നിങ്ങൾക്കുള്ള നിലപാട് എന്താണ് എന്നുകൂടെ ഒന്ന് വിശദീകരിച്ചു തന്നാൽ നമുക്ക് ആ ബിദ്അത്തുകാരോടുള്ള സമീപനം കൂടെ ഇതിൽ നിന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്നുള്ള ഒരു താല്പര്യത്തിലാണ്. ശ്രോതാക്കൾ അല്പസമയം കൂടെ നിങ്ങൾ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വിത്തിൻ 10 minutes നിങ്ങൾക്കുള്ള സമയം ഞങ്ങൾ അനുവദിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഇവിടെ ചോദിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട കൊട്ടൂർ സഖാഫി ഉസ്താദിന് വേണ്ടി ഒരിക്കൽ കൂടി മൈക്ക്. ഈ പറഞ്ഞ ബിദ്അത്ത് ആണ് എന്ന് അവർ പറയുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരുന്ന, അതായത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തത് എന്ന് പറയുന്ന ചില കാര്യങ്ങളെ മതപരമായ പരിധിയിൽ നിൽക്കുന്ന കാര്യത്തിൽ തന്നെ എല്ലാവരും അംഗീകരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ മുസ്ഹഫിൽ നോക്കലോ അതിൽ ഒരു ഉദാഹരണം. അതേപോലെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരുപാടുണ്ട്. നമ്മളെ ദീന് പഠിക്കൽ, അത് പിന്നെ വളരെ കൂലിയുള്ള റസൂലുള്ളാഹി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യം ആർക്കും തർക്കമല്ല. എന്നാൽ അതിന് നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന ഒരു പുതിയ രീതി ഉണ്ട്. ആ രീതി റസൂലുള്ളാഹിന്റെ കാലത്ത് നടത്താവുന്ന രീതിയായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനൊന്നും നടന്നിട്ടില്ല. റമദാൻ മാസത്തിൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ക്യാമ്പയിൻ അല്ലാഹുവിന്റെ റസൂൽ വെച്ചത് ഹദീസിൽ എവിടെയും കാണുന്നില്ല. അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും ഇന്ന് മതപരമായ ഒരു ചടങ്ങായി, മതം പ്രോത്സാഹിപ്പിച്ച ഒരു കർമ്മമായി തന്നെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജലീൽ ചോക്കാട് പറഞ്ഞതുപോലെ പല ആളുകൾക്കും അതിന് യാതൊരു വിഷമമില്ല. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ചില കാര്യങ്ങളെ കുറിച്ച് അവർ വിദേഹത്താണെന്ന് പറയുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കി എന്താണ് നമുക്ക് അവരോടുള്ള നിലപാട് എന്നാണ്. നമുക്ക് അവരോടുള്ള നിലപാട് ഒരല്പം വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, നമ്മൾ അവരിൽപ്പെട്ട വലിയൊരു വിഭാഗത്തെക്കുറിച്ച് പരമസാധുക്കൾ എന്ന് പറയുന്നു. നമ്മളെ നിലപാടിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. എന്താ ഇതിന്റെ കാരണം? വിവരക്കേട് കൊണ്ടാണ് ഈ പറയുന്നത്. വിവരമില്ലാത്തതുകൊണ്ട് പറയണം. വിവരം എന്തുകൊണ്ടില്ലാതെയായി? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എന്താണ് ബിദ്അത്ത് എന്ന് ഞാൻ ഇവിടെ നിർവചിച്ചു, വ്യക്തമായി നിർവചിച്ചു. അതേ സ്ഥാനത്ത്
നമ്മുടെ കേരളത്തിലെ ഒരു വിദേഹത്തിന്റെ പുതിയ കക്ഷിയാണ് മുജാഹിദ് എന്ന് പറയുന്ന വിഭാഗം. വേറൊരു വിദേഹത്തിന്റെ കക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗം. ഈ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പരിശുദ്ധ ഇസ്ലാമിലില്ലാത്ത പുതിയ കുറെ ആശയങ്ങൾ കൊണ്ടു വന്നവരാണ്. ഞാനതിൽ ഒന്നോ രണ്ടോ ഉദാഹരണം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചർച്ച അതിലേക്കൊക്കെ കടന്നു വരും. അപ്പൊ ഏതാണത്? ഒരുപാട് വിദഗ്ധകളെ അവർ നമ്മുടെ നാട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വിദഗ്ധകളെ. പക്ഷേ ആ സുന്നികൾ ചെയ്യുന്ന പല കാര്യത്തെയും അവർ വിദഗ്ധാക്കി മാറ്റുകയാണ്. അത് മാറ്റാൻ വേണ്ടി അവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്യുക വിദഗ്ധാന്ന് പറയും. എന്നാലോ അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്ത മുസഹഫിൽ നോക്കി ഓതുന്ന പണി പോലും അവർ ചെയ്യും. ഉദാഹരണം പറയുന്നത് എല്ലാവരും അംഗീകരിക്കാനുള്ള മുസഹഫിൽ നോക്കി ഓതല് അതുപോലെ ചെയ്യും. അതുപോലത്തെ വേറെ പലതും ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും സുന്നികളൊരു കാര്യം ചെയ്താൽ അത് റസൂലുള്ള ചെയ്യാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളുകയും ചെയ്യും. ഇത് വിരോധാഭാസമാണ്. സത്യത്തില് യഥാർത്ഥമായ ഒരു ആശയം ഇല്ലാത്ത വിഭാഗമാണ് നമ്മുടെ ഇക്കാലത്ത് കാണുന്ന പുത്തൻവാദികൾ. ഞാൻ ഒറ്റ ഉദാഹരണങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സുന്നത്ത് വിദേഹത്ത് എന്ന നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ പ്രധാനമായി നമ്മളിന്ന് ചർച്ചക്കെടുത്ത വിഷയം വിദേഹത്ത് എന്ന ഭാഗമാണ്. ആ വിദേഹത്തിനെ കുറിച്ച് ഇന്ന് നിലവിലുള്ള പുത്തൻവാദികളുടെ കൂട്ടത്തിൽ ഒരു വലിയ ഒരു പ്രധാനമായി പരാമർശിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് മുജാഹിദ് എന്ന വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേട്ടോളൂ, ഞാൻ അവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് വായിക്കാം. കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യമല്ലെങ്കിൽ ഏത് കാര്യവും ബിദ്അത്താണ്. ഒന്ന് നോട്ട് ചെയ്യേ. പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടി വായിച്ചുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യമല്ലെങ്കിൽ ഏത് കാര്യവും ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ്. ഇത് എവിടെ വന്നത്? അൽമനാർ 2011 ഫെബ്രുവരി മാസം 4-ാമത്തെ പേജ് കണ്ടോ. 2011 ഫെബ്രുവരിയിലെ അൽമനാറിൽ നിന്നാണ് ഞാൻ വായിച്ചത് ബിദ്അത്തിന്റെ ഒരു നിർവചനം. ഇനി രണ്ടാമത്തെ ഒരു നിർവചനം കേട്ടോളൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം കേൾക്കാൻ നമുക്ക് കേട്ടോളൂ. യഥാർത്ഥ ബിദ്അത്ത് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഉമ്മത്തിന്റെ ഇജ്മാഇലോ ഉലമാക്കളുടെ അടുക്കൽ ഒരു നിലക്കും പരിഗണിക്കപ്പെടാവുന്ന യാതൊരു തെളിവിന്റെയും പിൻബലമില്ലാത്തതോ ആയ വിഷയങ്ങളാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേട്ടില്ലേ? യഥാർത്ഥ ബിദ്അത്ത് എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഉമ്മത്തിന്റെ ഇജ്മാഇലോ ഉലമാക്കളുടെ അടുക്കൽ ഒരു നിലക്കും പരിഗണിക്കപ്പെടാവുന്ന യാതൊരു തെളിവിന്റെയും പിൻബലമില്ലാത്തതോ ആയ വിഷയങ്ങളാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബിദ്അത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിദ്അത്ത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതികമായ ബിദ്അത്ത്. അത് പറയുന്നത് അൽമനാർ 2010 ഏപ്രിൽ മാസം കേട്ടോ. അൽമനാർ 2010 ഏപ്രിൽ മാസം. അപ്പൊ ഒരു കൊല്ലം മുന്നത്തതാണിത്. മറ്റേത് 2011 ഫെബ്രുവരിയിൽ പിന്നെ പുതിയത് അപ്ഡേഷൻ വന്നതാ. അപ്പൊ ബിദ്അത്തിനെ ഒരു കൊല്ലം കൊണ്ട് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇനി മൂന്നാമത്തെ നോക്കട്ടോ. മൂന്നാമത്തെ നിർവചനം എങ്ങനെ? പ്രവാചകന്റെയോ സ്വഹാബത്തിന്റെയോ ഇല്ലാതെ പുണ്യമുണ്ടെന്ന് പറഞ്ഞ് ചെയ്യിക്കുകയോ അങ്ങനെ കരുതി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾക്ക് ബിദ്അത്ത് എന്ന് പറയുന്നു. മനസ്സിലായോ? എന്ത്? പ്രവാചകന്റെയോ സ്വഹാബത്തിന്റെയോ മാതൃകയില്ലാതെ പുണ്യമുണ്ടെന്ന് പറഞ്ഞ് ചെയ്യിക്കുകയോ അങ്ങനെ കരുതി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾക്ക് ബിദ്അത്ത് എന്ന് പറയുന്നു. ഇതെവിടെ? അൽമനാർ 2010 ജൂൺ മാസം. അപ്പോ 2010 ഏപ്രിൽ മാസത്തിൽ ഒരു ബിദ്അത്ത്, ജൂൺ മാസത്തിൽ വേറൊരു ബിദ്അത്ത്. 2 മാസത്തിന്റെ ഗ്യാപ്പിൽ ബിദ്അത്തിന്റെ നിർവചനം മാറി. ഇത് ഭാഷാപരമായ മാറ്റല്ല, ആശയപരമായി തന്നെ മാറി. അതിന് വേണമെങ്കിൽ ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഈ 3 നിർവചനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഇത് നമ്മൾ കാണുന്ന മാതിരി ഒന്നിൽ കുറെ വേർഡ് ഉണ്ട് മറ്റേതിൽ വേർഡ് കുറഞ്ഞു അങ്ങനെയൊന്നല്ല. ആശയപരമായി തന്നെ ഇത് 3 ഈ 3 നിർവചനം പറഞ്ഞത് 3 മുജാഹിദ് വിഭാഗത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ അൽമനാറിലാണ്. അതുകൊണ്ട് ആരാ എഴുതിയത് എന്നുള്ളത് അവിടെ വിഷയമല്ല. മനസ്സിലായോ? ആരെഴുതിയാലും ശരി മുജാഹിദ് വിഭാഗത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ അൽമനാറിലാണ് ഇത് വന്നിട്ടുള്ളത്. അൽമനാർ എന്ന് പറഞ്ഞാല് മുജാഹിദുകള് കേരളത്തിൽ ആളുകൾക്ക് ദീൻ പഠിപ്പിക്കാനാന്നും പറഞ്ഞിക്കാണ്ട് അടിച്ചിറക്കുന്ന പ്രസിദ്ധീകരണ. ആ പ്രസിദ്ധീകരണത്തിൽ ബിദ്അത്തിനെ നിർവഹിച്ചത് 3 രീതിയിൽ.
അതിൽ രണ്ട് രീതിയും വന്നത് 2010 ഒന്ന് 2010 ഏപ്രിൽ മാസം, മറ്റേത് 2010 ജൂൺ മാസം. 2 മാസം മാറിയപ്പോഴേക്ക് എന്തായി? വിദേഹത്തിന്റെ നിർവചനം മാറി. പിന്നത്തത് വന്നത് 2011 ഫെബ്രുവരിയിലാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല, 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് വിദേഹത്തിന്റെ അർത്ഥം പിന്നെയും മാറി. ഈ നിലക്ക് എന്താണ് ബിദഅത്ത് എന്ന് ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയിൽ, അത് ബിദഅത്തിന് നമ്മളെ ചർച്ച ബിദഅത്തായതുകൊണ്ടാണ് ഞാൻ ഈ ബിദഅത്ത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാം, ഈ പുത്തൻവാദികളായ ഇന്നത്തെ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ആളുകൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളിലും അവരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. എന്താണത് എന്ന് കൃത്യമായി പറയാൻ ഒരു വിഷയത്തിലും അവർക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ അപകടമാണ് ഇന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിദഅത്തിന്റെ വിഷയത്തിലും അവരുടെ നിലപാട് ഇന്നതാണ്. അതുകൊണ്ട് എന്താ ബിദഅത്ത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവരോട് നമുക്കുള്ള നിലപാട് എന്താന്ന് വെച്ചാൽ, ആദ്യമായി നമ്മൾ ഓരെ പറ്റി പറയും സാധുക്കള്, ഒന്നും അറിയാത്തൊരു ടീം. എന്താ അവർക്കത് പറ്റാൻ കാരണം? സ്വന്തമായി അവര് ഓരോ നിർവചനം കണ്ടെത്താൻ ശ്രമിച്ചു. അവ ഏപ്രിൽ മാസത്തിന് ആ നല്ല ചൂടും തണുപ്പൊക്കെ ഉള്ള നേരത്ത് കിട്ടണ നിർവചനാവൂല ജൂൺ മാസത്തിന് പെരും മഴയുള്ള നേരത്ത് കിട്ടല്. കാരണം കുടിക്കണ കഷായത്തിന്റെ ആട്ടു സൂപ്പിന്റെ ഒക്കെ ചൂടിനും ഊക്കിനും കുരുമുളകിന്റെ ആ പിന്നെ എന്താ പറയാ പുകച്ചിലിനൊക്കെ അനുസരിച്ച് ബ്രെയിനിന്റെ വർക്കിംഗ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിർവചനം എങ്ങനെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ ഉണ്ടായി. ഞമ്മക്ക് എന്താ ആ ഒരു ദുരവസ്ഥ ഇല്ലാത്തത്? നമ്മൾ സ്വന്തം നമ്മളെ ബ്രെയിൻ കൊണ്ട് ചിന്തിച്ചുണ്ടാക്കുകയല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന്റെ ശേഷം അവിടുന്ന് ഇങ്ങോട്ട് മുസ്ലിം ഉമ്മത്തിലെ അംഗീകൃതരായ ആലിമീങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ എന്ത് അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തെയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി വിശദീകരണം വേണമെങ്കിൽ അടുത്ത ചോദ്യത്തിന്റെ ശേഷം ഞാൻ പറയാം. ഓക്കെ ഓക്കെ ബഹുമാനപ്പെട്ട കൂട്ടർ, നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട കൂട്ടൂർ സഖാഫി ഉസ്താദ്, നിങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് തറാവീഹ് നിസ്കാരം 70 റക്അത്തായി മദീനയിൽ നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെ നിർവഹിക്കപ്പെട്ട ഒരു നിസ്കാരത്തെ നമ്മൾ ആ 20 റക്അത്ത് സുന്നത്തായി ഒരു വിഭാഗം അംഗീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അത് ഇല്ല എന്ന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു നിഷേധം അത് ഏത് രീതിയിലാണ് പിന്നെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ, ഒരു സുന്നത്തിനെ പരസ്യമായി നിഷേധിക്കുന്നതിന്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നുള്ളത് കൂടെ ബഹുമാനപ്പെട്ട കൂട്ടൂർ ഉസ്താദ് ഇവിടെ പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്പെടും എന്നുള്ളത് ഒരു വിഷയം ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ചെറൂപ്പ ബക്കവി ഉസ്താദും നമ്മുടെ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഉസ്താദ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മാറിയെന്നാണ്. മറ്റുള്ള പ്രേക്ഷകർക്ക് ഇൻഷാ അല്ലാഹ് അല്പസമയം കൂടെ നിങ്ങൾ ക്ഷമിക്കുക. ഉസ്താദ് ഏകദേശം ഈ വിഷയം ഒന്ന് പൂർണ്ണമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളുമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, ഇത്തരം സുന്നത്തുകളെ പരസ്യമായിട്ട് നിഷേധിക്കുന്ന ഒരു സ്വഭാവം ചെയ്യാതിരിക്കുന്നതിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിഷേധിക്കുന്നതിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്നുകൂടെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടൂർ സഖാഫി ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ക്ലാസ് റൂമിലെ ടെക്സ്റ്റ് പലതും വരും, ആരും അതിൻ്റെ പിന്നാലെ കൂടരുത്. നല്ലൊരു ചർച്ച നടക്കുമ്പോൾ പുത്തൻവാദികൾക്ക് നഷ്ടം സംഭവിക്കുന്നു എന്നറിയുമ്പോൾ അവർ ചെയ്യണ ചില ബേജാറിൽ നിന്നുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളാണത്. അത് നമുക്ക് അവഗണിക്കാം. അതുകൊണ്ട് ആരും അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ചുരുക്കം. പിന്നെ നമ്മൾ ഈ ക്ലാസ് റൂമിൽ SCDയിൽ ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് മൈക്കിൽ വരാനും അവരുടേതായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കാനൊക്കെ ഉള്ള അവസരമാണ് ഈ പരിപാടി. ഈ രീതിയിലുള്ള ഈ ചോദ്യോത്തരം അവസാനിക്കുന്നതോടൊപ്പം ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന് വേണ്ട ആളുകൾ ആരൊക്കെയെന്ന് വെച്ചാൽ അവർക്ക് റൈസ് ഹാൻഡ് ചെയ്ത് മുകളിലേക്ക് വരാവുന്നതാണെന്ന് അറിയിക്കുകയാണ്. ഇപ്പൊ ചോദിച്ചൊരു ചോദ്യം, അതെന്താ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സുന്നത്തായി അറിയപ്പെടുന്ന ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മൾ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നു, അത് സുന്നത്താണെന്ന് പറയുന്നു. അത് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്താണ് തറാവീഹ് നിസ്കരിച്ചത് എന്നും അത് സ്വഹാബത്തിന് ആ വിഷയത്തിൽ ഏകകണ്ഠമായ അഭിപ്രായമാണുള്ളത് എന്നും മുസ്ലിം ലോകത്തെ ആലിമീങ്ങൾ തറപ്പിച്ചു പറയുന്നു.
അപ്പൊ നമ്മളും തറാവീഹ് 20 നിസ്കരിക്കണം. എന്നാൽ ചില ആളുകൾ തറാവീഹ് 20 ഇല്ല എന്ന് പറയുന്നു. 11 നിസ്കരിക്കാൻ പാടില്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞു. 8 തറാവീഹ് 3 വിത്ർ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാലത്ത് പറഞ്ഞു എന്ത്, തറാവീഹ് എന്ന് പറഞ്ഞ നിസ്കാരം തന്നെ അല്ല, ഒക്കെ വിത്റാണ്. ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞുകൊടുക്കുന്നത്. അപ്പൊ എന്താ അവിടെ ഉണ്ടായത്? 2 ഘട്ടങ്ങളിലായി 2 നിഷേധം ഉണ്ടായി. ഞാൻ നേരത്തെ 3 ഘട്ടങ്ങളിലായി വിദേഹത്തിന് 3 നിർവഹിച്ചത് വായിച്ചെന്നല്ലോ. അതുപോലെ 2 ഘട്ടങ്ങളിലായി 2 നിഷേധം. ഒന്നാമത് ആദ്യം തന്നെ തറാവീഹ് 20 റക്അത്താന്നുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് അവരെഴുതി, അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി, കിതാബുൽ അവ്വലി ഫിൽ അമലിയാത്തിൽ. രണ്ടാമത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ തറാവീഹ് 8 റക്അത്ത് മാത്രമേ ഉള്ളൂ, 3 റക്അത്ത് വിത്റും, അങ്ങനെയാണ് 11 എന്ന് പറഞ്ഞു. പിന്നീട് കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോ സത്യത്തിൽ തറാവീഹ് കണ്ട് പ്രത്യേക ഒരു നിസ്കാരമൊന്നും റമദാനിലില്ല, അത് ആകെ വിത്ർ 11 റക്അത്തുണ്ട്, അത് എല്ലാ കാലത്തും ഉള്ളതുപോലെ റമദാനിലും ഉണ്ടെന്നല്ലാതെ റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരം തന്നെ ഇല്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ആ വിഭാഗം. സുബ്ഹാനല്ലാഹ്. ഈ വാദത്തിലൂടെ എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ലോകത്ത് നീതിമാനായി അറിയപ്പെട്ട വലിയൊരു ഖലീഫ, ആ ഖലീഫന്റെ നേതൃത്വത്തിൽ അവരുടെ കാലഘട്ടത്തിൽ അവർ നടപ്പിൽ വരുത്തിയ ഒരു പ്രധാനപ്പെട്ട സുന്നത്തിനെ എണ്ണം കുറച്ചു ആദ്യം, പിന്നെ അതിനെ തന്നെ നിഷേധിച്ചു. സുന്നത്ത് ചെയ്യലും ചെയ്യാതിരിക്കലും നിഷേധിക്കലും രണ്ടും രണ്ടാണ്. അവിടെയാണ് നമ്മളതിനെ ബിദ്അത്ത് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയാ, ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്, റവാത്തിബ് സുന്നത്ത് അല്ലെ? ഇതാർക്കും അറിയാത്തതല്ല. ഒരാൾ നിസ്കരിച്ചില്ല, അതിന്റെ പേരിലോ നരകത്ത് പോകുന്നില്ല. കാരണം എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യേണ്ടതാണ്, വളരെ താല്പര്യത്തോടെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഒരാളത് ചെയ്തില്ല നിൽക്കട്ടെ, എന്നാൽ ഫർള് ചെയ്യാത്തതുപോലെ അതിന്റെ പേരിൽ അവന് കുറ്റമൊന്നും കിട്ടൂല. അങ്ങനെയുള്ള നമ്മളൊക്കെ പഠിച്ചത്. അതേ സ്ഥാനത്ത് ഒരാൾ ചെയ്യണില്ല എന്നുള്ളതല്ല, പിന്നെന്താ, ഓൻ പറയാണ് അങ്ങനെ ഒരു നിസ്കാരം തന്നെയല്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പറയുന്നത് കടുത്ത അപരാധമാണ്. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകാൻ വരെ അത് കാരണമാണ്. എന്താ വിഷയം? ഒന്നാമത്തെ ആള് ചെയ്തില്ലാന്നേ ഉള്ളൂ, രണ്ടാമത്തെ ആളോ അത് അങ്ങനെ ഒരു സംഗതി തന്നെയല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ദീനിൽ അറിയപ്പെട്ട ഒരു സംഗതിയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദീനിനെ മാറ്റിമറിക്കുക, അതിനാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തെ മാറ്റിമറിച്ചപ്പോ അത് വലിയൊരു ബിദ്അത്തിന്റെ അവതരണമായി. പിന്നെ തറാവീഹ് എന്ന നിസ്കാരത്തെ തന്നെ തള്ളിപ്പറഞ്ഞപ്പോ അത് വീണ്ടും വലിയൊരു ബിദ്അത്തിന്റെ അവതരണമായി. ആ ബിദ്അത്തിലൂടെ അള്ളാഹുവിന്റെ ദീനിനെയാണ് തിരുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീന് നേരിട്ട് പഠിച്ച സ്വഹാബത്തിനെയാണ് അവരാക്ഷേപിക്കുന്നത്. ഈ അർത്ഥങ്ങളിലെല്ലാം അത് വളരെ ഗൗരവമുള്ള ബിദ്അത്താകുന്നു. മനസ്സിലായോ? ഒരാൾ തറാവീഹ് തന്നെ നിസ്കരിച്ചില്ല, ഒരാൾ തറാവീഹ് തന്നെ റമദാനിൽ നിസ്കരിച്ചില്ല എന്നിരിക്കട്ടെ, അവൻ എന്താ ചെയ്തത്? നിസ്കരിച്ചില്ല എന്നേ ഉള്ളൂ. ഫറളായ നിസ്കാരമല്ല ഒഴിവാക്കിയത്, സുന്നത്തായ നിസ്കാരം ഒഴിവാക്കിയേ അയാൾ ചെയ്തുള്ളൂ. അതേ സ്ഥാനത്ത് തറാവീഹ് എന്ന നിസ്കാരത്തെ തന്നെ നിഷേധിച്ചവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അറിയപ്പെട്ട ഒന്നിനെ, ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമായി സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്നേ വരെ നിലനിർത്തിപ്പോന്ന ഒരു ആശയത്തെ വെട്ടി നുറുക്കി മാറ്റുകയാണ് ചെയ്തത്. ഇത് വലിയ അബദ്ധമാണ്. അതുകൊണ്ടാണ് ബിദ്അത്തുകാരൻ എപ്പോഴും മാറ്റി നിർത്തപ്പെടേണ്ടവനാണ് എന്ന് ഉലമാ പറഞ്ഞിട്ടുള്ളത്. ഗൗരവമുള്ള കേസാണ്. അവന്റെ അമല് അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ വന്നത്. അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അംഗീകരിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? അതൊന്നുമില്ല. അതെന്താ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് പെട്ടതിനാണ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത്. കാരണം അള്ളാഹിന്റെ റസൂല് വ്യക്തമായോ വ്യംഗ്യമായോ പഠിപ്പിച്ച ഒരു വിഷയമാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ നടപ്പിലാക്കുന്നത്. അത് ഒന്നിരിക്കെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടാവും, അപ്പൊ നമുക്ക് ഹദീസുകളിൽ അത് കാണാം. മറ്റു ചിലത് വ്യംഗ്യമായി പഠിപ്പിച്ചിട്ടുണ്ടാവും, അപ്പൊ നമ്മക്കത് ഹദീസ് കാണൂല. പക്ഷേ ഖുലഫാഉർ റാഷിദീങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും, അപ്പൊ അവരുടെ ജീവിതത്തിൽ അവരത് കാണിച്ചു തരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് എന്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കണം, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട ചർച്ച ഏകദേശം നമ്മളിവിടെ
അവസാനിപ്പിക്കും. അതിന് മുമ്പ് ഇൻഷാല്ല അതിന് വല്ല കൺക്ലൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാല്ല ആ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ വന്ന മുജാഹിദ് ആദർശം എന്ന ഐഡിയ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഇനി പ്രേക്ഷകർക്ക് ഇടപെടാനുള്ള സമയമാണ്. ഇടപെടുന്നതിന് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജലീൽ ചോക്കാട് പറയും. ഞാൻ മൈക്ക് കൊടുക്കും. വളരെ നല്ല ഒരു വിഷയം നല്ല രീതിയിൽ ഇവിടെ ബഹുമാനപ്പെട്ട കോട്ടൂർ സഖാഫി ഉസ്താദ് ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. ഉസ്താദിനോട് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാ കൃതജ്ഞതയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ സുന്നത്ത് എന്താണ് എന്നും ബിദ്അത്ത് എന്താണെന്നുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഈ വിഷയം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഈ ചർച്ച ഇവിടെ പരിപൂർണമാവുന്നില്ല, തുടർന്ന് നമുക്ക് ഉണ്ടാവും. അത്തരം സമയങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും മറ്റു വിഷയങ്ങളുമായിട്ട് ഇതിന്റെ ഈ രണ്ട് വിഷയത്തിൽ നിന്നുകൊണ്ടാണല്ലോ പ്രധാനമായിട്ടും ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അതിന്റെ അകക്കാമ്പ് എന്നുള്ളത് ഈ ഒരു വിഷയമാണ്. ഈ രണ്ട് വിഷയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള എല്ലാ വിഷയങ്ങളും തന്നെ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നമ്മുടെ ശ്രോതാക്കളും മറ്റുള്ളവരും ഒക്കെ വരും എന്ന പ്രതീക്ഷയോടുകൂടെ ഇത്തരം ഒരു വേദിയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഇവിടെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് ഇവിടെ അവസരം തന്ന ഇതിന്റെ മോഡറേറ്റർ, ഇതിന്റെ പ്രോഗ്രാമിന്റെ കൺട്രോളറായ അസ്കർ കാരാത്തോട്, അദ്ദേഹം തന്നെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിലേക്ക് ഞാൻ എനിക്ക് നൽകിയ അവസരത്തിന് എല്ലാവിധ കൃതജ്ഞതയും സുന്നി ഗ്ലോബൽ വോയിസും അസ്കർ കാരാത്തോടിനും ഒക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ തന്നെ ഞാൻ തിരിച്ച് ഏൽപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, SGV ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഉത്തരവുകളും. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശത്തോടു കൂടി കൂടുതൽ നമ്മുടെ ശ്രോതാക്കൾക്ക്, സാധാരണക്കാർക്കായിട്ടുള്ള നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് SGV പുതിയൊരു രൂപത്തിലും ഭാവത്തിലും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ സമയത്ത് തന്നെ വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നടന്ന വിഷയത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് ചർച്ച ചെയ്ത കാര്യത്തിൽ ആർക്കെങ്കിലും സംശയങ്ങളോ അതല്ല നിങ്ങൾക്ക് അതിൽ വിപരീത അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതും അറിയിക്കാവുന്നതാണ്. ഇനി ഇവിടെ തന്നിട്ടുള്ള മറുപടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള ചോദ്യകർത്താക്കൾക്കും അതുപോലെ തന്നെ മറ്റ് സത്യാന്വേഷികൾക്കും എല്ലാവർക്കും ആദരപൂർവ്വം SGVയുടെ മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തകരുടെയും മറ്റ് സംഘടനാ പ്രവർത്തകരുടെയും എല്ലാവരുടെയും സാന്നിധ്യം നമ്മുടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തുല്യ പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ രീതിയിൽ, ഒരു പുതിയ ഭാവത്തിൽ സുന്നി ഗ്ലോബൽ വോയിസ് ഇൻഷാ അല്ലാഹ് പുതിയൊരു ചർച്ചയ്ക്ക് വഴിതെളിക്കുകയാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഓൺലൈൻ രംഗത്ത്, സൈബർ ലോകത്ത് പുതിയ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ക്ലാസ് റൂമാണ് സുന്നി ഗ്ലോബൽ വോയിസ്. അത് എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ പ്രവർത്തകർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ സുന്നി ഗ്ലോബൽ വോയിസിൽ നിങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസവും നിങ്ങൾ സുന്നി ഗ്ലോബൽ വോയിസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ പ്രവർത്തകർ നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നടന്നിട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും അതിൽ പ്രതികരിക്കേണ്ടവർക്കും ഇപ്പോൾ മൈക്കിലേക്ക് വരാവുന്നതാണ്. അത്തരത്തിൽ അത് എല്ലാ സാധാരണക്കാർക്കും, SGVയുടെ ശ്രോതാക്കൾക്ക് മാത്രമല്ല അഡ്മിന്മാർക്കും അതോടൊപ്പം തന്നെ എല്ലാവർക്കും, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ക്ലാസ് റൂമിലുള്ള എല്ലാ പ്രവർത്തകർക്കും നിങ്ങൾക്ക് പ്രതികരിക്കാനോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ മൈക്കിലേക്ക് വരാവുന്നതാണ്. എല്ലാ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ SGVയുടെ പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് വരുന്ന പുതിയ പ്രോഗ്രാമുകളും പുതിയതായിട്ടുള്ള ക്ലാസ്സുകളും പുതിയ ചർച്ചകളും ചർച്ചാ രീതികളും എല്ലാം കൊണ്ടും തന്നെ പുതിയൊരു രൂപത്തോടും ഭാവത്തോടും കൂടി സുന്നി ഗ്ലോബൽ വോയിസ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുകയാണ്. പരിശുദ്ധ ദീനിന്റെ ദഅവ പ്രവർത്തനത്തിനു വേണ്ടി ഓൺലൈൻ രംഗത്തെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സുന്നി ഗ്ലോബൽ വോയിസ് പ്രവർത്തകർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇപ്പോൾ അവസരമുണ്ട്. നമ്മളെ ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ
ചോദ്യങ്ങളുമായി വന്നിട്ടുണ്ടായിരുന്ന അബു സഫു, അതുപോലെ ഹംസ ഏലാർ തുടങ്ങിയിട്ടുള്ള പ്രവർത്തകർക്ക് മുൻഗണന നൽകുന്നു. അതുകൊണ്ട് അബു സഫു, താങ്കൾക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. താങ്കൾ ഒരുപാട് സമയം ക്ലാസ് റൂമിൽ താങ്കളുടെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി താങ്കൾ ക്ഷമയോടുകൂടി കാത്തിരുന്നതാണ്. താങ്കൾക്ക് ഈ ചർച്ചയുടെ അവസാനം താങ്കൾക്ക് അവസരം നൽകുമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെയാണ് താങ്കൾക്ക് ആദ്യ അവസരം തന്നെ ഇപ്പോൾ മൈക്കിലേക്ക് നൽകുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. അബു സഫിന് വേണ്ടി മൈക്ക് വിടുന്നു. ദുആ വസിയത്തോടെ അസ്കർ കാരാത്തൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.